ഇന്നിപ്പോൾ ടിക്കറ്റ് മേടിക്കാൻ ആളില്ല, ടിക്കറ്റ് ഉണ്ട് മേടിക്കാൻ ആളില്ല എന്നുള്ളൊരു ഘട്ടമുണ്ട്. സോ ഇതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്. ആളിപ്പോൾ ഈ ഒരു വർഷത്തിനിടയിലാണ് കേട്ടോ, ആളിപ്പോൾ ജയിച്ചിട്ട് ഒരു വർഷത്തിനിടയിൽ പണ്ടാര ലാൻഡിൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടു. ആൾ അതിനനുസരിച്ച് ജനങ്ങളുടെ ഒപ്പം നിന്നു. കോടതിക്ക് പോകേണ്ട കേസുകൾക്ക് കോടതിക്ക് പോകാനുള്ള സഹായങ്ങൾ ചെയ്തു. കോടതിക്ക് പോകേണ്ട കാര്യങ്ങൾ ആൾ സ്വന്തമായിട്ട് കോടതിക്ക് പോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. എനിക്കിപ്പോൾ പരാതികളൊന്നും കിട്ടുന്നില്ല ആരുടെ. ജനങ്ങൾ പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴാണല്ലോ ഞാനൊക്കെ പ്രതികരിച്ചിരുന്നത്. അത് ഇക്കാക്കറിയാലോ, എത്രയോ കോൾസ് നമുക്ക് വന്നുകൊണ്ടിരുന്നു. ഇക്കാക്കറിയാം, ഞാനന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ എയർ ആംബുലൻസിന്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് വലുതായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. എയർ ആംബുലൻസ് ഇന്നും ജനങ്ങളെ, ഇപ്പം രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ കുത്തി നിറച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ്. അതിലിപ്പോഴും ഒരു സിസ്റ്റം മാറ്റം വന്നിട്ടില്ല, ഒരു മാറ്റവുമില്ല. ഇപ്പോഴും നമ്മളുടെ MP ആവശ്യപ്പെടുന്നത് അവിടേക്ക് നല്ല ഹോസ്പിറ്റലാണ്. പുള്ളി ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കിളിത്താൻ ഐലൻഡിലേക്ക് പുള്ളിയുടെ MP-ലാഡ് ഫണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി റെഡിയാക്കാനുള്ള പരിപാടി ചെയ്തിരിക്കുക. അതാ പറഞ്ഞത്, നല്ല വ്യക്തികൾ വരുമ്പോൾ അതിന് അനുസരിച്ചൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് പറയാനുള്ള റീസൺ അതാണ്. ഇപ്പൊ സ്വന്തമായിട്ട് ഇനിയിപ്പോ ഗവൺമെന്റിനോട് പറഞ്ഞു അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ MP-ലാഡ് ഫണ്ടിൽ നിന്ന് പുള്ളിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പം പറയാം, ഒരു കേന്ദ്രത്തിന്റെ ഒരാളായിട്ടാണ് ഈ പറയുന്ന താങ്കൾ വിവാഹം ചെയ്യുന്ന ആൾ അല്ലേ? കേന്ദ്രത്തിന്റെ നോമിനിയാണ് അദ്ദേഹം, ഉദ്യോഗസ്ഥനാണ്. ലക്ഷദ്വീപ് വിഷയം ഉള്ളപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമായിട്ട് ഐഷ സുൽത്താന എന്ന് പറഞ്ഞ ഈ പോരാളി, ഒരു മുസ്ലിം വനിത, ഇദ്ദേഹം ഒരു സർദാർജിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ഇപ്പോൾ വരുന്ന കമന്റുകളാണ് വരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ ജിഹാദീനെ സപ്പോർട്ട് ചെയ്യാൻ സുഡാപ്പികളെ കാണുന്നില്ല? ഇത് ഒരു മതം മാറി മോദി ഭക്തിയായിക്കൊണ്ട് മോദി ഭക്തനെ വിവാഹം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയുള്ളൂ. അപ്പോൾ ഐഷ സുൽത്താനയ്ക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന മോദിയാണ് ഏറ്റവും നല്ലത്, ആ നരേന്ദ്രമോദിയുടെ ആളുടെ കൂടെയാണ് ഐഷ കൂടിയത് എന്നാണ് ഇപ്പോൾ കമൻറ്റുകൾ വരുന്നത്. അതിനകത്ത് കമൻറ്റുകളും ഒരു വീഡിയോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം നാമധാരി ഐഷ സുൽത്താനെ തട്ടമിട്ടൊരു ഫോട്ടോയാണ് എപ്പോഴും ഫേസ്ബുക്കിൽ ഓടുന്നത് അല്ലേ? പല കാര്യങ്ങളും തട്ടമിട്ട ഒരു ഐഷ സുൽത്താൻ അല്ലേ? ഐഷ സുൽത്താൻ ഇപ്പൊ തട്ടമൊന്നുമില്ല. ഞാൻ പറയട്ടെ, അന്നും ചാനൽ ചർച്ചയ്ക്കൊന്നും തട്ടമില്ല. ഫോട്ടോകൾ ഇടുമ്പോൾ തട്ടമിടുന്ന ഐഷ സുൽത്താന സ്വയം മാറിയെന്നാണ് ഇപ്പോൾ കമന്റുകൾ വരുന്നത്. ഒരു സർദാർജി എന്നൊരു വ്യക്തിയുടെ കൂടെ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അത് ചോദ്യം ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ പൊതുവെ കണ്ട കമന്റുകളാണ് പറഞ്ഞത്. എനിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അർഹതയില്ല. ഐഷയ്ക്ക് ആരുടെ കൂടെയും ജീവിക്കാം, അതാണ് സംഭവം പറയുന്നത്. പക്ഷെ ഒരു മതപരമായ ഒരു ആചാരപ്രകാരം പോലും അല്ലാതെ ഒരു വിവാഹത്തിന് ഐഷയുടെ കുടുംബക്കാർ അല്ലെ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന മുസ്ലിം ഏരിയ ആണ്, അവിടെയുള്ളവർ അത് എത്രമാത്രം സഹിക്കും, പൊറുക്കുമെന്ന് ഐഷ വിചാരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഇതിന് ഒറ്റ ആൻസർ എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു മാമ ഉണ്ട്, എൻ്റെ ഉമ്മയുടെ ബ്രദറാണ്. ആള് അഗത്തി ഐലൻഡിലെ ഡെപ്യൂട്ടി കളക്ടർ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളെ കുടുംബത്തിലും ഉണ്ട് ആളുകൾ, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വാപ്പ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ് ആൾ മരിച്ചത്, വെറ്റിനറി. എൻ്റെ ഇളയാപ്പ എന്ന് പറയുന്നത് നേവിയിലായിരുന്നു, ആളും ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ. എൻ്റെ മൂത്താപ്പ എന്ന് പറയുന്നത് പോലീസുകാരൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫുകളാണ് എന്ന് കരുതി ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ അടിമകളെന്നല്ല പറയണത്. ഓക്കെ, അപ്പം പറയണ്ടേ നമ്മൾ അന്നും പിന്നെ മോദി ഫാനാണെന്നൊക്കെ പറയണ്ടേ? എൻ്റെ വാപ്പ മരിക്കുമ്പോഴേക്ക് 2014 BJP ഭരണത്തിൽ വരുന്നത്. എൻ്റെ വാപ്പ മരിക്കുന്നത് 2015. എൻ്റെ വാപ്പ ഒരു മോദി ഫാനാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഞാൻ കല്യാണം കഴിച്ചു എന്നത് കാരണം അതൊരു BJPക്കാരനാണെന്ന് വരുത്തുന്ന ആ ചാനൽ ചെയ്യുന്നതാണ് തെറ്റ്. എൻ്റെ ഫാമിലിയിൽ ഈ പറയുന്ന എൻ്റെ വാപ്പ, എൻ്റെ ഇളയാപ്പ, എൻ്റെ മൂത്താപ്പ, എൻ്റെ മാമ, എൻ്റെ പിന്നൊരു മാമയുണ്ട്, ഇവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. ഇവരൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ താഴെ വർക്ക് ചെയ്യുന്നത്. ഇവരാരും മോദി ഫാൻസ് അല്ല. ഇവരിൽ ഒരാൾ പോലും മോദി ഫാൻസ് ഇല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.